ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഏകദേശം ഒരു 8 മന്തോട് കൂടി തന്നെ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് എവിടെയും പോയി റിഫർ ചെയ്യേണ്ട കാര്യമോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്താ വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫും ഞാനും തമ്മിൽ ഏകദേശം ഒരു 2 മന്ത് ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവൾ ഡെലിവറി കഴിഞ്ഞു, ഒരു സ്വീറ്റ് ഗേളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചാൽ അവൾക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾ മാത്രമേ ഞാനും പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും ഇതാക്കില്ല. അവൾ പറഞ്ഞത് മാത്രം പറയാച്ചാൽ അവൾ വാങ്ങിയതെന്തോ അത് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാനാദ്യം ഇങ്ങനെ ബേബിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനൊരു കുറച്ച് ഓർഗനൈസ്ഡ് ബാഗ് വാങ്ങിയിട്ടുണ്ട്. നല്ല സുഖം. നമ്മളല്ലല്ലോ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ എടുക്കലൊന്നും നമ്മളാവില്ലല്ലോ, അമ്മയൊക്കെ ആവില്ല. അപ്പോൾ അവർക്ക് യൂസ്ഫുള്ളാണ് ഇങ്ങനെ ബാഗിലൊക്കെ സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ ഇതിൽ ബേബീൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ബേബി ബ്ലാങ്കറ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഞാൻ നമ്മളിതൊക്കെ വാഷ് ചെയ്ത് നല്ല വെയിലത്ത് നല്ല ഉണക്കി വെച്ചതാണ്. ഞാനങ്ങനെ ഫുള്ളായിട്ട് എടുത്ത് കാണിക്കുന്നില്ല ഇത്. പിന്നെ ഇങ്ങനെ ബേബീനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസം, നല്ല ക്യൂട്ടായിട്ട് വാങ്ങിയത് കേട്ടോ. നല്ല കവറൊക്കെ ചെയ്ത് നല്ല സുഖമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ബേബി ഇത് വാങ്ങിയിട്ടുണ്ട്, ടവൽസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ റിസീവിങ് ബ്ലാങ്കറ്റ്, പിന്നെ ഡയപ്പറും കാര്യങ്ങളൊക്കെ, പിന്നെ വെറ്റ് വൈപ്സ്. ഇതൊക്കെ ഞാൻ ഫ്ലിപ്പിൽ നിന്നായിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് ഗുട്ടീസും പിന്നെ മിറ്റൻസും സെറ്റുകളൊക്കെയാണ്. പിന്നെ കുറച്ച് ബേബീൻ്റെ നമ്മളെ കെട്ടുടുപ്പുകളും കാര്യങ്ങളൊക്കെ. അടുത്തത് ഇതൊരു ഡ്രൈ ഷീറ്റാണ്. 2-3 ഡ്രൈ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ കോട്ടൺ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നല്ലോണം വാഷ് ചെയ്ത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു ക്യാരി ബെഡ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ഒക്കെ പിങ്കിലേക്കാണ് പോയത്. നല്ലൊരു ക്യാരി ബെഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു നെറ്റ് ബെഡ് ഉണ്ട്. ഞാൻ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ സെറ്റാക്കി വാങ്ങിയതാണ്. ക്യാരി ബെഡും ഒരു റൗണ്ട് ബെഡും പിന്നെ ഒരു നെറ്റ് ബെഡും കൂടി ഞാൻ സെറ്റാക്കി വാങ്ങിയതാണ്. അപ്പം ഒരു പില്ലോ ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ. അങ്ങനെ ഇതുണ്ട്. പിന്നെ ഒരു റൗണ്ട് ബെഡ് ബേബീനെ കിടത്താനൊക്കെ പറ്റില്ല. അതൊക്കെ ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകില്ല. ഹോസ്പിറ്റലിലേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വാങ്ങി വെച്ചതേ ഉള്ളൂ, നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ ബാഗിലേക്ക് ഇതിലേക്ക് ഞാൻ ബേബിക്ക് അത്രയൊക്കെ ഇട്ടിരുന്നുള്ളൂ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മെറ്റേണിറ്റി വെയേഴ്സും കുറച്ച് 2 ഓപ്പൺ മാക്സും വാങ്ങി വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഇതേപോലെ ഓർഗനൈസ്ഡ് ബാഗിൽ തന്നെ വെച്ചത്. പിന്നെ ബാത്ത് ടവൽ, പിന്നെ വരുമ്പം ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ ഇന്നർവെയർസും കാര്യങ്ങളൊക്കെ, അണ്ടർ സ്കേർട്ട് ഇന്നർവെയർസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു സെറ്റ് ചപ്പൽ, പിന്നെ സാനിറ്ററി പാഡ്സ്, പിന്നെ അത്യാവശ്യം വേണ്ട നമ്മൾ ടോയ്ലറ്ററീസ്, അതായത് ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ അമ്മേൻ്റെ ഇതിലും അങ്ങനെ ഈ പെട്ടിയിൽ എൻ്റെതും അമ്മേൻ്റെതും കൂടിയാണ്. ട്രോളിയിൽ ഈ സെറ്റിൽ അമ്മേൻ്റെ സാധനങ്ങൾ, ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം അതുമാണ്. അതൊന്നും പിന്നെ എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ 2 ചെറിയ പില്ലോസ് ഞാൻ പിടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ അത്രയുമാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ. ഇത് വേണ്ടി വരും തോന്നില്ല. ഇനി വേണമെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ചെയ്യാം. പിന്നെ അർജൻറ്റുള്ള എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫയൽസും ഹോസ്പിറ്റൽ റെക്കോർഡ്സും മെഡിസിൻസും പിന്നെ ചാർജർ കാര്യങ്ങളൊക്കെ വെക്കണം. അത് പിന്നെ ഇപ്പോൾ വേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ എടുത്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.